ഹായ് ഫ്രണ്ട്സ്, മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്തുള്ള നാനേഘട്ട്, അതേപോലെ അതിന് തൊട്ടടുത്ത് തന്നെ ജിന്നാർ ഭാഗത്തുള്ള ജീവ്ദാൻ ഫോർട്ട്, ഇത് രണ്ടും കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ പാലക്കാട് നിന്നാണ് ട്രെയിൻ കയറിയത്. വൈകിട്ട് 5:50 ട്രെയിന്. ട്രെയിൻ കയറി നാളെ രാത്രി 10:30-10:45 കൂടി പൂനെ റെയിൽവേ സ്റ്റേഷനിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 120 കിലോമീറ്റർ ദൂരത്താണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള നാനേഘട്ടും അതേപോലെ ജീവ്ദാൻ ഫോർട്ടൊക്കെ ഉള്ളത്. സോ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതിൻ്റെ കൂടെ റിക്വസ്റ്റും ഉണ്ട്, ഈ ഒരു വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ പതിപോലെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അങ്ങനെ വയലുകളും പട്ടണങ്ങളും ഗ്രാമങ്ങളൊക്കെ പിന്നിട്ടുകൊണ്ട് നമ്മുടെ ട്രെയിന് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. അങ്ങനെ ഏതാണ്ടൊരു 10:50-11 കൂടി ഞങ്ങൾ പൂനെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. 12 കൂടി ആണ് ഞങ്ങളെ വണ്ടി എത്തുക. വണ്ടി എത്തുന്നവരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്നു. ഏതാണ്ടൊരു 12 കൂടി വണ്ടി എത്തി. ഇനി ഇവിടുന്ന് ഒരു 120 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ നാനേഘട്ടിലെത്താം. അപ്പോൾ യാത്രയിലാണ്. അങ്ങനെ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഏതാണ്ടൊരു 4-4:15 ആയപ്പോഴേക്കും നമ്മൾ നാനേഘട്ടിലെത്തി. നാനേഘട്ടിൽ ഫുള്ള് ഇരുട്ടാണ്. നമ്മൾ ഇറങ്ങിയ സ്ഥലം കംപ്ലീറ്റ് ഇരുട്ടാണ്. രാത്രിയിൽ യാത്ര ചെയ്തുകൊണ്ട് അധികം അവിടെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാലും ഇനി നമുക്ക് നാനേഘട്ടിൻ്റെ വ്യൂ പോയിന്റിൽ കയറിയിട്ട് രാവിലത്തെ കാഴ്ച, അതായത് സൂര്യോദയത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങാമെന്നുള്ള പ്ലാൻ ഞങ്ങൾ ആ സമയം തന്നെ 4-4:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് ശ്രേയ, ഗ്രീൻ ട്രയൽസ് എന്ന പേരുള്ള നമ്മുടെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നമ്മുടെ യാത്ര. എൻ്റെ കോർഡിനേറ്ററിൻ്റെ ശ്രേയ, അതേപോലെ ഷബീബ്, ഇവർ രണ്ടും കൂടി നമ്മളെ ഒരു നാനേഘട്ടിൻ്റെ വ്യൂ പോയിന്റിലേക്കുള്ള ട്രക്കിങ്ങിന് ഞങ്ങളെ കൂടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവരെ വന്നുകൊണ്ടിരുന്ന ഞങ്ങൾ ഈ കുന്നിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ച ക്യാമറയിൽ വല്ലാതെ പകർത്താൻ പറ്റണില്ല എന്നുള്ളൊരു പരിമിതി ഇതിൻ്റെ കൂടെയുണ്ട്. ചുറ്റും നല്ല ഇരുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ടോർച്ച് ഉപയോഗിച്ചിട്ട് വഴിയൊക്കെ തപ്പിത്തടഞ്ഞിങ്ങനെ കയറുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം എന്ന് നമ്മുടെ കോർഡിനേറ്ററും ഗൈഡൊക്കെ പറയുന്നുണ്ട്. കാരണം ഇപ്പുറത്തൊക്കെ ഭയങ്കര ചെങ്കുത്തായിട്ടുള്ള കൊക്കകളൊക്കെയാണ്. പക്ഷെ നമുക്ക് കാഴ്ചകളൊന്നും കാണുന്നില്ല. ഏതാണ്ടൊരു 5:15 കൂടി നേരം വെളുത്തു തുടങ്ങി. കുറച്ച് വെളിച്ചം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ സമയത്തുള്ള കുറച്ച് കാഴ്ചകളാണത്. നേരം വെളുക്കുമ്പോഴാണ് നമ്മൾ എവിടേക്കാന്ന് കയറിയതെന്നും നമ്മൾ കയറിയതിൻ്റെ ഒരു ഭീകരത, അതേപോലെ ഇവിടെ നിന്നുള്ള കാഴ്ചകളുടെ ഒരു മനോഹാരിതയൊക്കെ നമുക്ക് നേരം വെളുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. നമ്മളെ ദൂരെ കാണുന്ന ലൈറ്റ് കാണുന്ന അവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് ഇത്രയും ദൂരം നമ്മൾ നടന്ന് കയറി. ഇനി ഏതാണ്ട് 2 ദിവസം നമ്മൾ ഇവിടെ തന്നെ ഈ ഒരു നാനേഘട്ടിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെയാണ് താമസവും കാര്യങ്ങളും കാഴ്ചകൾ കാണാനുള്ള ഇറക്കമൊക്കെ. നല്ല കോടമഞ്ഞ് മൂടി പുതച്ച് കിടക്കുന്ന മലകളെയാണ് നമ്മൾ നേരം വെളുത്തപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച ഇതിലും മനോഹരമായിരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. നല്ല പച്ചപ്പും കോടയും തണുപ്പും അതേപോലെ കാറ്റും ഒക്കെ നല്ലൊരു അടിപൊളി വൈബാണ് ഈ ഒരു നാനേഘട്ട് വ്യൂ പോയിന്റിന് മുകളിലുള്ളത്. ബാക്കിയുള്ള കാഴ്ചകൾ നേരം വെളുക്കുമ്പോഴേക്കും നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ്. മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്ത് കൊങ്കണിനും അതേപോലെ ഡക്കാൻ പീഠഭൂമിക്കും ഇടയിലുള്ള ജിന്നാർ എന്ന പ്രദേശത്താണ് ഈ ഒരു നാനേഘട്ടുള്ളത്. നമുക്ക് ഏതാണ്ട് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കൊളുക്കുമല, ഇടുക്കിയിലുള്ള കൊളുക്കുമലേൻ്റെ ഒരു രീതിയിലുള്ളൊരു കാഴ്ച, ആ ഒരു ഫീലാണ് ഇവിടെ നിന്നുള്ളത്. കാരണം മലകളും നമ്മൾ കൊളുക്കുമലയിൽ നിന്നുള്ള സൂര്യോദയമൊക്കെ കണ്ട ആളുകൾക്ക് മനസ്സിലാവും. കാരണം ഇത്തരത്തിലുള്ള എന്താ പറയുക കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സൂര്യോദയം കാണാൻ പോകുമ്പോൾ അതൊരു വൈബാണ് പറയുന്നത്.
പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ ഏതാണ്ട് 6 മണി കഴിഞ്ഞു, ഇപ്പോഴും സൂര്യോദയം നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് കോടമഞ്ഞാണ്, കോട മൂടി കിടക്കുകയാണ്. ദൂരക്കാഴ്ചകളൊന്നും അധികം കിട്ടുന്നില്ല. മാത്രമല്ല അത്രയ്ക്ക് ഹൈറ്റിൽ കോടയൊക്കെ മഞ്ഞൊക്കെ മൂടിക്കിടക്കുകയാണ്. ശരിക്കാണെങ്കിൽ 6:15 നമ്മുടെ ഇവിടെ ഈ ഭാഗത്ത് സൂര്യോദയം കാണേണ്ടത്. പക്ഷേ മൂടൽ മഞ്ഞ് കൊണ്ട് നമുക്ക് സൂര്യോദയം കാണാൻ പറ്റില്ല എന്ന് ഞങ്ങൾ ഏതാണ്ട് ഉറപ്പിച്ചു. 6-7 മണിയോട് അടുത്ത് ഞങ്ങൾ താഴേക്ക് തന്നെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. നമ്മൾ താഴേക്ക് നമ്മളെ കൂട്ടത്തിലെ ആളുകളൊക്കെ താഴേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ ശ്രദ്ധിച്ചിറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ വലതുഭാഗത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള കൊക്കകളാണ്. ഇതാണ് ഈ ഒരു നേരത്ത് ഇവിടെ നിന്നുള്ള കാഴ്ച. ഇങ്ങനെ പച്ച പുതച്ച് കിടക്കുന്ന പുൽമേടുകളാണ്, പിന്നെ ഭയങ്കരമായിട്ടുള്ള മലകളും പിന്നെ കൊക്കകളും ഒക്കെ, അങ്ങനെയുള്ള ഒരു പ്രത്യേക കാഴ്ചയാണ് ഇവിടെ നിന്നുള്ളത്. ഇനി നമുക്ക് ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 ദിവസം ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നാനേഘട്ട് പാസ്, അതായത് ചുരം ഉള്ളത്. അവിടുന്ന് ഒരു റിവേഴ്സ് ട്രക്കിംഗ് ഉണ്ട്, അതേപോലെ ജീവിതാൻ ഫോർട്ടിലേക്കുള്ള ഒരു ട്രക്കിംഗ് ഉണ്ട്. ഇങ്ങനെ 2 പരിപാടികളാണ് ഇവിടെ നമുക്ക് പ്ലാനിങ്ങിൽ നമ്മളെ ഷെഡ്യൂളുള്ളത്. അപ്പോൾ ആ ഇറ്റിനേവ് പ്രകാരം നമ്മൾ 2 ദിവസം ഇവിടെ തന്നെയായിരിക്കും. ഇവിടെ തന്നെയാണ് നമ്മൾ ഇവിടെ അടുത്ത് നാനേഘട്ടിനടുത്ത് തന്നെയാണ് നമ്മൾ സ്റ്റേ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നാനേഘട്ട് പാസ്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമുക്കൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് ഈ ഒരു നാനേഘട്ട് റിവേഴ്സ് ട്രക്കിംഗ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചയിലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്തുള്ള നാനേഘട്ട് വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകളാണ് ഞാൻ അപ്പോൾ പതിപോലെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. എല്ലാ